ഇന്ന് ഞാൻ ഒരു ക്ലിപ്പ് കേട്ടു. ഇർത്തക്കബത്തുവിന്റെ അർത്ഥം ആരും മൗലവിമാരും നിങ്ങൾക്ക് പറഞ്ഞു തരൂല, അത് പറഞ്ഞു തന്നാൽ കൊടിയ ശിർക്കാണ് എന്ന്. ഇന്നാലില്ല, അതിന്റെ ഒരാശയത്തിലും ഒരു ശിർക്കും ഇല്ല. ഇർതകബതു അലൽ ഖതാ, ഞങ്ങൾ വല്ലാതെ തെറ്റ് ചെയ്തു പോയി. ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണമറ്റ തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി. ലക അഷ്കൂ ഫീഹി, ആ വിഷയത്തിൽ ഞങ്ങൾ ആവലാതി പറയുന്നു. ആരോടാണ്? സയ്യിദീ ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ നേതാവേ, അവിടുത്തോട് ഞങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നു, ആവലാതി പറയുന്നു. എന്തിനാണ് നബിയോട് പറഞ്ഞത്? നബി എന്ന നിലക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട കാര്യം ചെയ്തു തരാൻ. അതിലെന്താ ശിർക്കുള്ളത്? അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഇലാഹായ റബ്ബെന്ന നിലക്ക് നീ അത് അടിസ്ഥാനപരമായി പുറത്തു തരണം എന്നാണ് അർത്ഥം. ആരോട് പറയുന്നു എന്നത് പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ പ്രവാചകരെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ഒരു നബിക്ക് തെറ്റു ചെയ്ത ഒരു അനുയായിയോട് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? അത് ചെയ്തു തരണം എന്നാണ് നബിയോട് പറയുന്നതിന്റെ അർത്ഥം. ചിലപ്പോൾ ചില സാധാരണക്കാർ വന്ന് പറയും, ഉസ്താദേ, ഞാൻ നശിച്ചു പോയി, ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അതിന്റെ അർത്ഥം ഉസ്താദ് പടച്ചോനാണെന്നല്ല, എനിക്ക് വേണ്ടി ദ്വാരക്കണം, ഞാൻ നശിച്ചു പോയി എന്ന സങ്കടം പങ്കുവെക്കാണ്. അത് കേൾക്കുന്ന ഉസ്താദ് പറയലെന്താ? ഞാൻ നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്നല്ല. മോനെ, വിഷമിക്കണ്ട, അല്ലാഹു ഗഫാറാണ്, നീ ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, ഞാൻ നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആർക്കാം, നീ എനിക്ക് വേണ്ടിയും ദുആർക്കണം. ലക അഷ്കൂ ഫീഹി യാ ഉസ്താദി എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. അയാൾക്കറിയാത് ഉസ്താദാണ്, ആ ഉസ്താദ് പുറത്തു വന്നിരിക്കുന്നു പറയൊന്നുമില്ല. അതിനിട്ട് എല്ലാവരും ചോദിച്ചു. അയാൾ ചോദിച്ചത്, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ സങ്കടം പറയാം, അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് പാപം പുറത്തു കിട്ടാം, അല്ലെങ്കിൽ അദ്ദേഹം ഈ സങ്കടം ആരോട് പറയും എന്ന നിലക്ക് വന്ന് പറഞ്ഞതായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പറയും, ഒരുപാട് കാലം കള്ളു കുടിച്ച് ജീവിച്ചു പോയി, ഇപ്പോഴാണ് അതിന്റെ വിഷമം അറിയണത്. മോനെ, നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നതല്ല, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, ഞാൻ നിനക്ക് വേണ്ടി ദ്വാരക്കാം, ഞാനും കുറെ തെറ്റ് ചെയ്തു പോയ ആളാണ്, നീ എനിക്കും ദ്വാരക്ക്. അതാ നമ്മൾ പറയാ. അപ്പൊ ആരോട് പറയുന്നു എന്നത് പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നിലക്ക് എന്റെ ഈ ആവലാതിക്ക് ഒരു പരിഹാരം തരണം. അവിടുന്ന് സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ നേതാവാണല്ലോ. നബിമാരിൽ ഉത്തമർക്ക് എന്തുണ്ട്? വലൗ അന്നഹും ഇളലമു അൻഫുസഹും, തെറ്റു ചെയ്തു പോയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, ആ സന്നിധിയിൽ വെച്ച് ദുആ ചെയ്തു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപമോചനം തേടിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ ഒരപരാധവും ഇല്ല. പറയുന്നതാരോട്? പറയുന്നതാര്? പറയപ്പെടുന്ന ആളുടെ പദവി എന്ത്? ഇതെല്ലാം അതിൽ കൃത്യമാണ്. അതുകൊണ്ട് ഇർതകബതു ചൊല്ലുന്നത് കൊണ്ട് കുറ്റബോധത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞ് നന്നാവാനുള്ള പരിശ്രമം മുഅ്മിനീങ്ങളുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ വറസൂലാ, അല്ലാഹുവിനോടും റസൂലിനോടും ഞാൻ തെറ്റിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു. എന്തേ? അല്ലാഹു എന്ന നിലക്ക് അടിസ്ഥാനപരമായി പുറത്തു തരുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് വേണ്ട കാര്യം ചെയ്യുകയും പ്രത്യക്ഷത്തിൽ അവിടെ ഉള്ളവരെന്ന നിലക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യേണ്ടവർ. അപ്പൊ സാഹചര്യം കൊണ്ട് ഓരോന്നിനും ആശയമുണ്ട്.
ചില ആളുകൾ പറയും ബൂസിരി ഇമാം റളിയല്ലാഹു അൻഹു യാ അക്രമ ചൊല്ലിയിട്ട് വീണുപോയി എന്ന്. ഇല്ല, യാ അക്രമൽ ഖൽഖി വിളിക്കുന്നത് തന്നെ യാ അക്രമൽ ഖാലിഖി എന്നല്ല, യാ അക്രമൽ ഖൽഖി സൃഷ്ടികളിൽ ഉന്നതരായവരെ. ഇനി ഏതും പറയുന്നത് ഒരു സൃഷ്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഞങ്ങൾ പറയുള്ളൂ എന്നാ അതിന്റെ അർത്ഥം. ഖാലിഖായ മുഹമ്മദ് നബിയെ എന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അക്രമൽ ഖൽഖി സൃഷ്ടികളിൽ ഉത്തമരായവരെ. ഇനി അവിടുന്ന് കിട്ടുന്നത് ഒരു സൃഷ്ടിയുടെ പദവി പരിധിയിൽ നിന്നുകൊണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമബി വലയളീഖ റസൂലല്ലാഹി. അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ജാഹു കബി ഇദൽ കരീമു തഹല്ലാ ബിസ്മി മുൻതഖിമി. അല്ലാഹു തആല ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം റസൂലുള്ള എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം ഞങ്ങൾ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന സമയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കേൾക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണം. ഇതാണ് അതിന്റെ ആശയം. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറെ ആളുകളുടെ ഹിദായത്തും ഈമാനും കൊള്ളയടിക്കുന്നവരുണ്ട്. സാധാരണക്കാരെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ച അഖീദയിൽ സഞ്ചരിക്കണം. അതിനാണ് നമ്മുടെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ, അതിനാണ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത്, അതിനാണ് നമ്മുടെ SYS, അതിനാണ് നമ്മുടെ SSF. ശരിയായ അഖീദയിൽ നമ്മളെ സഞ്ചരിപ്പിക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനും സംഘടിതമായി കുറെ നന്മകൾ ചെയ്യാനും ഒരു സംഘത്തിന് അല്ലാഹു ചെയ്യുന്ന റഹ്മത്തുണ്ട്. യദുല്ലാഹി അലൽ ജമാഅ. അത് നമുക്ക് നേടിയെടുക്കാനുമുള്ള വഴിയാണ് സംഘടന. ഇതിൽ നിന്ന് ആരും തെറ്റിപ്പോകാൻ പാടില്ല.